ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൾബറി ഇലയും അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയറും കൊണ്ട് ഒരു ഒഴിച്ചുകറിയായിട്ടാണ്, ഒരു ചാറ് കറി എന്ന് പറയാം. മൾബറി ഇലയുടെ ഈ പുറത്തുള്ള നാരെല്ലാം കളഞ്ഞ് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ മൾബറി ഇല കൊണ്ടൊരു തോരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി ഒന്ന് കാണണം. അപ്പം മൾബറി ഇലയെക്കുറിച്ച് അറിയാം. ഇത് കൊളസ്ട്രോളും BP ഒക്കെ കുറയ്ക്കാൻ നല്ല ഒരു മരുന്നാണ്. നമ്മുടെ പട്ടുനൂൽ പുഴുവൊക്കെ കഴിക്കുന്ന ഒരു ആഹാരമാണ്. പട്ടുനൂൽ പുഴുവിന് മൾബറി ഇല കൊടുത്താണ് വളർത്തുന്നത്. നിങ്ങൾ അതിൻ്റെ വീഡിയോയൊക്കെ പോയി യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. മൾബറി ഇല കൊടുത്താണ് പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നത്. അത് കഴിച്ച് നല്ല ആരോഗ്യമുള്ള പുഴുക്കൾ നമുക്ക് പട്ടുനൂല് ഉണ്ടാക്കി തരും. നമുക്കും അതുപോലെ തന്നെ ഒരു ആരോഗ്യം വരട്ടെ. അപ്പോൾ അതുകൊണ്ടൊരു ഒഴിച്ചു കറി അല്ലെങ്കിൽ ചാറ് കറി എന്ന് പറയാം ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പയർ മുളപ്പിക്കാനായിട്ട് തലേ ദിവസമേ പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ ഇട്ട് കുതിർത്ത ശേഷം വൈകുന്നേരം ഇതിനെ ഊറ്റി വെള്ളമില്ലാതെ ഒരു എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല മുളച്ചിരിക്കും. പയർ മുളപ്പിച്ച് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പയർ ചുമ്മാ കഴിക്കുന്നതിനേക്കാളും മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി പ്രോട്ടീനും ഔഷധ ഗുണങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒഴിച്ചു കറി ഇത് രണ്ട് കൂടെ ചേർത്ത് ഒരു നല്ല ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കി കഴിക്കാം. ഇതെല്ലാം ഞാനൊന്ന് ഇങ്ങനെ നാരെല്ലാം കളഞ്ഞ് എടുത്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ ഇലയെല്ലാം ഇപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു കുക്കറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ മുളപ്പിച്ച പയറും കൂടി ഈ കുക്കറിൻ്റെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. പയർ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു തക്കാളിക്ക് അരിഞ്ഞതും ഒരു വലിയ സവാളയുടെ പകുതി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഇത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, എളുപ്പം വെന്ത് വരും. വേവിച്ചെടുക്കുക. ഇനി കറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് അരമുറി തേങ്ങ തിരുമിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 കാന്താരി മുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അത് അരപ്പ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കണം. കറിവേപ്പില ഇപ്പോൾ ഇടണ്ട. അരപ്പ് നന്നായിട്ട് അരഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുക. ഒന്ന് അരച്ചുകൊണ്ട് വരാം. പ്രഷർ കുക്കറിൽ നന്നായി വേവിച്ചെടുത്ത പയറും നമ്മുടെ ഇലയും, എന്തലയാണ്? പട്ടുനൂൽ പുഴു കഴിക്കുന്ന എന്തലയാണ്? മൾബറി ഇല. മൾബറി ഇലയും കൂടി ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. പയറൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പൊഴിച്ച് കൊടുക്കുക.
അരപ്പൊഴിച്ച് ഇനി അരപ്പൊന്ന് തിളയ്ക്കണം. ഒരുപാട് ചാറായി പോവണ്ട, ഒന്ന് കുറുകിയ ചാറാണ് നല്ലത്. കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒഴിച്ച് കറിയാകുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ മിന്തി നിൽക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഇത് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ച് താളിച്ചൊഴിക്കണം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി വാങ്ങി വയ്ക്കുക. ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റും ഗുണവുമുള്ളൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.